ഹലോ ഓൾ. ഓക്കെ. ഇതിനു മുമ്പ് ഇൻട്രോഡക്ടറി സെഷൻ ആയിരുന്നു നമ്മൾ എടുത്തത്. അല്ലേ? അതായത് നമ്മുടെ ഒരു സോഷ്യോ പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ എന്ന ഈ ഒരു സബ്ജക്ട് MSW005 എന്ന ഈ ഒരു സബ്ജക്റ്റിൽ എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. എത്ര യൂണിറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ബ്ലോക്ക് 1 ആദ്യത്തെ യൂണിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ യൂണിറ്റ് 1 നമ്മൾ മെയിൻ ആയിട്ടും സംസാരിക്കുന്നത് സോഷ്യോ പ്രാക്ടിക്കത്തിന്റെ തന്നെ കോൺസെപ്റ്റ്, മീനിങ്, അതിന്റെ നേച്ചർ, ഇമ്പോർട്ടൻസ്, സ്കോപ്പ് ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ടും യൂണിറ്റ് 1 കവർ ചെയ്യാൻ പോകും. ഓക്കെ. മൂവിങ് ഓൺ ടു നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ സോഷ്യോ പ്രാക്ടിക്കം എന്നുള്ള ആ ഒരു കാര്യം അതെന്താണ് എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിന്റെ കോൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കാം. രണ്ടാമതായിട്ട് നമ്മുടെ ഈ സോഷ്യൽ പ്രാക്ടിക്കത്തിൽ നമ്മുടെ പല പല മോഡൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോഡൽസ് ഉണ്ട്. കറന്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച് മോഡൽസ് ഉണ്ട്. അപ്പൊ ഈ മോഡൽസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ സോഷ്യൽ പ്രാക്ടിക്കത്തിന്റെ തന്നെ സെൻട്രൽ തീം, ആ മെയിൻ എസെൻസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പൊ സെൻട്രൽ തീമിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പല പല അപ്രോച്ചസിനെ പറ്റിയിട്ട് സോഷ്യൽ പ്രാക്ടിക്കത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന പല പല അപ്രോച്ചസിനെ പറ്റിയിട്ടും ആ അപ്രോച്ചസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വേരിയസ് സ്കിൽസിനെ പറ്റിയിട്ടും നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർവെൻഷൻ, അസസ്മെന്റ്, ഇവാലുവേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരേപോലത്തെ സ്കിൽസ് യൂസ് ചെയ്യാതെ ഇതിനെല്ലാത്തിനും തന്നെ അതിൻ്റെതായ സിറ്റുവേഷൻ, അതിൻ്റെതായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൽസിനെ പറ്റിയിട്ട് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ സോഷ്യൽ വർക്കിന് തന്നെ എത്തിക്കൽ ആൻഡ് ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ്, സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രൊഫഷൻ ആണ് അല്ലെ. അപ്പൊ അതിനോട് ചേർന്നുള്ള എത്തിക്കൽ ആൻഡ് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. ഇനി മൂവിങ് ഓൺ ടു അടുത്തത് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സബ്ജക്ട് നമ്മുടെ ബാക്കിയുള്ള സബ്ജക്ട്സിനെ പോലെ നമുക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് മാത്രം പഠിച്ചു പോവാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല, അല്ലെ? കാരണം എന്താണെന്നറിയോ? സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കും. ക്ലാസ് റൂമിൽ നിന്ന് നമ്മുടെ നോളജ് ഗെയിൻ ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ക്ലയന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യങ്ങൾ മെയിൻ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലിലോട്ട് ഇറങ്ങണം, അല്ലെ? എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് ഗെയിൻ ചെയ്യുന്ന നോളജ് നമ്മൾ നമ്മുടെ പ്രാക്ടിക്കലിലോട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ അതാണ് മെയിൻ ആയിട്ടും സോഷ്യൽ വർക്കിലുള്ള ഒരു സ്റ്റഡി മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ സ്കിൽസ്, നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന നമ്മുടെ സ്കിൽസ്, അതായത് നമുക്കറിയാം നമ്മൾ സോഷ്യൽ വർക്ക് സ്കിൽസിനെ പറ്റി പഠിക്കുന്നുണ്ട്, സോഷ്യൽ വർക്ക് പ്രിൻസിപ്പൽസിനെ പറ്റി പഠിക്കുന്നുണ്ട്, ടെക്നിക്സ്, വാല്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ ജസ്റ്റ് ക്ലാസ് റൂമിൽ ഇരുന്ന് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടീസിലോട്ട്, നമുക്ക് ജോബിലോട്ടൊക്കെ കയറുമ്പോഴത്തേക്കും നമ്മളത് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഒക്കെ ആയി പോകുന്ന കുറെ സിറ്റുവേഷൻസ് ഒക്കെ ചിലരൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇഷ്യൂസ് മാക്സിമം കുറയ്ക്കാനായിട്ടും നമുക്കറിയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്കില്ലാണ് എംപതി എന്ന് പറയുന്ന ഒരു സ്കിൽ. ഈ എംപതി എന്ന് പറഞ്ഞൊരു സ്കില്ല് നമ്മൾ എവിടെ ഏത് സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യണം, അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെ ബൗണ്ടറീസ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഈ എംപതി എന്നുള്ള സ്കില്ല് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അത് ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള സോഷ്യൽ വർക്കർ നമുക്കറിയാം. അതൊരു ഡീപ്പായിട്ട് നല്ല രീതിയിൽ എംപത്തറ്റിക് ആയിട്ടുള്ള സോഷ്യൽ വർക്കർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എംപതി എന്നുള്ള സ്കില്ല് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കില്ല് നമുക്ക് മികച്ചതാവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതും നമ്മുടെ ഒരു സോഷ്യൽ വർക്കിന്റെ തന്നെ പ്രത്യേകതയാണ്. കാരണം നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് ഗെയിൻ ചെയ്യുന്ന നോളജ്, സ്കിൽസ്, വാല്യൂസ് എല്ലാം നമ്മുടെ പ്രാക്ടിക്കലിലോട്ട് ഇട്ടാൽ മാത്രമേ, നമ്മുടെ പ്രാക്ടിക്കലിലോട്ട് നമ്മളത് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു വാല്യൂസും സ്കിൽസിലും ഒക്കെ നമ്മൾ അടിപൊളി ആവത്തുള്ളൂ. അല്ലെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അത്
വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ സോഷ്യൽ പ്രാക്ടിക്കം വഴി നമ്മുടെ സ്റ്റുഡൻസിനെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടും ലീഗലായിട്ടും കമ്മ്യൂണിക്കേഷന്റെ ഇഷ്യൂസിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ എങ്ങനെ മനസ്സിലാക്കി എടുക്കണം എന്നൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ഈ പ്രാക്ടിക്കം വഴി നമുക്ക് അവിടെ സൂപ്പർവിഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് തരുന്നത്. കാരണം ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ ഉള്ള ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ അപ്പോയിന്റ് ആയി ലൈക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ആ സോഷ്യൽ വർക്കറിന്റെ അണ്ടറിൽ ഡയറക്ട് സൂപ്പർവിഷനിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ട് നമുക്ക് സൂപ്പർവിഷന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് ഒരു കേസ് റെക്കോർഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് ലൈവായിട്ട് നമ്മൾ കാണുകയല്ലേ. അപ്പോൾ കേസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ കേസ് അസസ്മെന്റ് ഇൻടേക്ക്, അതുപോലെ റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ സോഷ്യൽ പ്രാക്ടിക്കം വരെയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സോഷ്യൽ പ്രാക്ടിക്കം എന്ന് പറയുന്നത് ഒരു ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിലും ഭയങ്കര ഒരു ഇന്റഗ്രൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആണ് എന്ന് നമ്മൾ പറയുന്നതിന്റെ റീസൺ അതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി മൂവിങ് ഓൺ ടു അടുത്ത സ്ലൈഡ്, ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. എന്താണ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ്? നമ്മൾ അറിയാം, നമ്മുടെ സോഷ്യൽ വർക്കിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് സോഷ്യൽ, പല 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 ഒരു ഹെൽപ്പിംഗ് പ്രൊഫഷൻ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ വർക്കിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ വാല്യൂസ് ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാക്കും. അതായത് യൂസ് ചെയ്യേണ്ട സ്കിൽസിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടാവും, അതിന്റെ പ്രിൻസിപ്പൽസിനെ പറ്റിയിട്ട്, മെത്തേഡ്സിനെ പറ്റിയിട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സോഷ്യൽ പ്രാക്ടീസ് അതിന്റെ ഒരു എക്സാക്ട് ആയിട്ടുള്ള ഡെഫിനിഷൻ തരുന്നതിന് മുമ്പ് നമുക്കറിയാം സോഷ്യൽ പ്രാക്ടീസിൽ നമ്മൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറ് അല്ലെ. പ്രാക്ടിക്കൽ ട്രെയിനിങ് ചിലപ്പോ നമ്മൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പല പല ടേംസ് ഒക്കെ ആയിരിക്കും. അതായത് ഇപ്പൊ ബ്ലോക്ക് പ്ലേസ്മെന്റ് എന്ന് പറയാറുണ്ട്, ഫീൽഡ് ട്രെയിനിങ് എന്ന് പറയാറുണ്ട്, ഫീൽഡ് പ്ലേസ്മെന്റ് എന്ന് പറയാറുണ്ട്, ഫീൽഡ് വർക്ക്, പിന്നെ ഫീൽഡ് പ്രാക്ടിക്കം, അങ്ങനെ പല പല പേരിലായിട്ടാണ് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്നുള്ള ആ ഒരു വേർഡ് അറിയപ്പെടുന്നത്, അത് സോഷ്യൽ വർക്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആ ഒരു സോഷ്യോ എക്കണോമിക്, കൾച്ചറൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, അതുപോലെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിലും തന്നെ അവരെല്ലാവരുമായിട്ടും ഇന്ററാക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ്, വി ആസ് എ സോഷ്യൽ വർക്കർ നമ്മൾ മുന്നേറുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മളവിടെ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് തിയററ്റിക്കൽ നോളജ്. നമുക്കറിയാം ഒരു ഹ്യൂമൻ ബിഹേവിയറിന്റെ തിയററ്റിക്കൽ നോളജ് എന്ന് പറയുമ്പോഴത്തേക്കും, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറീസ് പഠിച്ചിട്ടുണ്ട്, എറിക് എറിക്സൺസിന്റെ തിയറീസ് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ പല പല തിയറീസ് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഓൺ ദ പ്രോസസ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതായിരിക്കാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ ഹ്യൂമൻ ബിഹേവിയർ തിയറീസ് ആണ്. അതായത് എന്തുകൊണ്ട് ഒരു ഹ്യൂമൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നാ അതിന്റെ റീസൺ എന്താണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറെ തിയറീസ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പോ ഈ തിയററ്റിക്കൽ നോളേജും അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റും എൻവയറമെന്റൽ എഫക്റ്റും എങ്ങനെ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ഒരു സൊസൈറ്റീനെ ഒരു ഇമ്പാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ഒരു ബിഹേവിയർ എങ്ങനെ എന്റെ സൊസൈറ്റീനെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതില് മെയിൻ ആയിട്ടും ആ ഒരു സോഷ്യൽ പ്രാക്ടിക്കം യൂസ് ചെയ്തിട്ട്, അതായത് ഒരു ഫീൽഡ് ട്രെയിനിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ടും സാധിക്കാറുണ്ട്. അപ്പോ അതുകൂടാതെ തന്നെ സോഷ്യൽ വർക്കേഴ്സ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് സോഷ്യൽ വർക്ക് സ്കിൽസ്. നമുക്കറിയാം നമ്മൾ സോഷ്യൽ വർക്കിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുത്തിയിരുന്ന് പഠിക്കുന്നൊക്കെ ആയിരിക്കും സോഷ്യൽ വർക്ക് സ്കിൽസ്, പ്രിൻസിപ്പൾസ്, വാല്യൂസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സോഷ്യൽ വർക്ക് സ്കിൽസും പ്രിൻസിപ്പൾസും വാല്യൂസ് ഒക്കെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഇൻഡിവിജ്വൽസ് മാത്രമല്ല, ഗ്രൂപ്പ്സ് ഉണ്ട്, ഫാമിലീസ് ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും തന്നെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ സ്കിൽസ് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സോഷ്യൽ പ്രാക്ടിക്കലിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ഒരു പ്രാക്ടീസിന്റെ തന്നെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇനി സോഷ്യൽ പ്രാക്ടീസിന്റെ ഒരു എക്സാക്ട് ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ കണ്ടോ, നാസോ, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ്. ഇതൊരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആട്ടോ, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയും.
അപ്പൊ നാസു തന്നിരിക്കുന്ന ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സോഷ്യൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആപ്ലിക്കേഷൻ ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാവരും പഠിക്കുന്നതാണ് സോഷ്യൽ വർക്ക് സ്കിൽസ്, വാല്യൂസ്, പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ് തുടങ്ങിയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഈ വക, അതായത് സ്കിൽസ്, വാല്യൂസ്, പ്രിൻസിപ്പിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രൊഫഷണൽ ആപ്ലിക്കേഷൻ ആണ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. അതും മെയിൻ ആയിട്ടും ആൾക്കാരെ ഇപ്പൊ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. എങ്ങനെ അവര് ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് അവർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലീസിന്, ഇൻഡിവിജ്വൽസിന് സൈക്കോതെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴിയാവാം. ഫാമിലീസ് മാത്രമല്ല, ഗ്രൂപ്പ്സും ആവാം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസിനെയും ഗ്രൂപ്പ്സിനെയൊക്കെ അവരുടെ സോഷ്യൽ ആൻഡ് ഹെൽത്ത് സർവീസസ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ അവരെ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും റൈറ്റ്സ് ഒക്കെ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ആ ഒരു റൈറ്റ് അവർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്കറിയാം, പ്രൊട്ടസ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു എന്താ പറയാ, അതിനെതിരെ നമ്മൾ ശക്തമായി തന്നെ ഇത് എന്താ പറയുന്ന ശക്തമായിട്ട് തന്നെ നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആണ്. അതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ കൊക്കക്കോള ഫാക്ടറിനെയൊക്കെ പറ്റിയിട്ട് അതെല്ലാം തന്നെ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ കൂടി ഒരുമിച്ച് ചേർന്നിട്ടൊക്കെയാണ് നമ്മൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ ഒരു ലെജിസ്ലേറ്റീവ്, ഒരു എക്സാമ്പിൾ പറഞ്ഞതാട്ടോ, ഒരു ലെജിസ്ലേറ്റീവ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാവാം. അങ്ങനെയുള്ള രീതിയിലൊക്കെ ഈ വക കാര്യങ്ങളിലൊക്കെ നമ്മുടെ സോഷ്യൽ വർക്ക് ആയിട്ടുള്ള, സോഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽസ്, വാല്യൂസ്, ടെക്നിക്സ് ഒക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രാക്ടീസിനെയാണ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ നാസോ എന്ന ഒരു ഡെഫിനിഷൻ. അതായത് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് കൺസിസ്റ്റ് ഓഫ് പ്രൊഫഷണൽ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ വർക്ക് വാല്യൂസ്, principles, techniques to one or more of the following ends: helping people obtain tangible services, counseling and psychotherapy with individuals, families, and groups, helping communities or groups provide or improve social and health services, and participating in legislative process. Clear ആയല്ലോ? ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഇത് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇത് ആര് പറഞ്ഞു എന്നുള്ളത് നമ്മൾ മെയിൻ ആയിട്ട് എഴുതണം. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞ് അടിയിൽ അല്ലെങ്കിൽ നാസോ, NASW, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു നാസോ എന്നും പറഞ്ഞിട്ട് ഡബിൾ കോട്ട്സിൽ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ ഇടാം. ഓക്കെ, ഇതാണ് നമ്മുടെ സോഷ്യൽ പ്രാക്ടീസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു അടുത്ത സ്ലൈഡ്, മോഡൽസ് ഓഫ് സോഷ്യൽ പ്രാക്ടിക്കം. സോഷ്യൽ പ്രാക്ടിക്കത്തിൽ നമ്മൾ പല പല മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് മോഡൽസ് ഒക്കെ ഉണ്ട്. ആദ്യമേ തന്നെ മെഡിക്കൽ മോഡൽ. മെഡിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തീരെ വയ്യ, ഓക്കെ, എനിക്ക് ഭയങ്കര തീരെ വയ്യ, ഞാൻ ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടറിനെ പോയി കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ എന്റെ സിംറ്റംസ് എന്തൊക്കെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ചുമയുണ്ട്, എനിക്ക് പനിയുണ്ട്, എനിക്ക് തലകറക്കമുണ്ട്, എനിക്ക് ഛർദിലുണ്ട്, അങ്ങനെ പല പല സിംറ്റംസ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ സിംറ്റംസ് എല്ലാം തന്നെ നമ്മുടെ മെഡിക്കൽ മോഡൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സിംറ്റംസ് ഒക്കെ എനിക്ക് ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ ബിഫോർ ഹാൻഡ് നേരത്തെ ഉണ്ടായിട്ടുണ്ടാകാം. ഓക്കെ, അങ്ങനെയുള്ള ഈ സിംറ്റംസിനെ, ഈ കാരണങ്ങളിലേക്ക് ട്രീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ മെഡിക്കൽ മോഡൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡയഗ്നോസിസ്, ക്ലയന്റിന്റെ പ്രശ്നങ്ങളുടെ തന്നെ ഡയഗ്നോസിസ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മെഡിക്കൽ മോഡൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ടും അഡോപ്റ്റ് ചെയ്തത് നമ്മുടെ US തന്നെ സോഷ്യൽ വർക്കേഴ്സ് ആണ്. അതും 1920s തൊട്ട് ആ ഒരു ടൈം പീരീഡിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് ഇത് അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ഇപ്പോ എനിക്ക് ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും വരുന്നത്, അത് മെയിൻ ആയിട്ടും അഫക്ട് ചെയ്യുന്നത് എനിക്ക് നേരത്തെ ഉണ്ടായതുപോലെ ജനറ്റിക് പ്രോബ്ലംസോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായതോ, അല്ലെങ്കിൽ ഏർലി ട്രോമാസ്, അതായത് ചിലപ്പോൾ ഞാൻ കുഞ്ഞായിരിക്കും, ഒരു ഇൻഫന്റ് ആയിട്ട് നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ എന്റെ പാരന്റ് കൺസീവ് ചെയ്ത് നിൽക്കുമ്പോഴോ ഉണ്ടായ എന്തെങ്കിലും ട്രോമാസ്, ഒരു ഏർലി ട്രോമ കാരണമാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സ് കാരണമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണമാവാം, അതായത് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് കാരണമാക്കാം. അങ്ങനെയുള്ള എന്ത് ഇഷ്യൂസ് വേണമെങ്കിലും കൊണ്ടാവാം എനിക്ക് ഈ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രോബ്ലം ഉണ്ടായത്
എന്നാണ് നമ്മുടെ മെഡിക്കൽ മോഡലിൽ അനുസരിച്ച് പറയുന്നത്. അപ്പൊ ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ ഒരു മെന്റൽ ഇൽനെസ് ആയിട്ടാണ് കണ്ടിരുന്നത്. ആൻഡ് അതിനെല്ലാം തന്നെ ഓരോ മെഡിക്കൽ ആയിട്ടുള്ള ലേബൽസും കൊടുത്തിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഈ മെഡിക്കൽ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അത്യാവശ്യം ഹ്യൂമെയിൻ ആയിട്ടുള്ള ഒരു മോഡൽ ആയിരുന്നു. അതായത് അങ്ങനെ ആരെയും ഉപദ്രവിക്കാതെ ഉള്ള രീതിയിലുള്ള ഒരു ഹ്യൂമെയിൻ ആയിട്ടുള്ള മോഡൽ ആയിരുന്നു. അത് മാത്രമല്ല, ആർക്കൊക്കെയാണോ ഹെൽപ്പ് ആവശ്യമായിരുന്നത്, ആർക്കൊക്കെയാണോ ട്രീറ്റ്മെന്റ് ആവശ്യമായിരുന്നത്, അവരെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നതും സർവീസസ് കൊടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ മെഡിക്കൽ മോഡൽസ്. നമ്മുടെ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കത്തിൽ തന്നെ മെഡിക്കൽ മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി മൂവിങ് ഓൺ ടു അടുത്ത മോഡൽ, ഇക്കോളജിക്കൽ മോഡൽ. ഇക്കോളജിക്കൽ മോഡൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും നമ്മൾ നോക്കുന്നത് ഒരു ഇൻഡിവിജ്വലും അതുപോലെ തന്നെ അവരുടെ എൻവയറമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മുടെ ഇക്കോളജിക്കൽ മോഡലിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഇൻഡിവിജ്വലും ഈ എൻവയറമെന്റും തമ്മിലുള്ള ഈ ഇത് ഇങ്ങനെ ബാലൻസ് ആവാതെ ഇങ്ങനെ 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 തെന്നി മാറിക്കൊണ്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഇക്കോളജിക്കൽ മോഡൽ അത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്നുള്ള രീതിയിലാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഈ എക്കോളജിക്കൽ മോഡൽ അനുസരിച്ച് ഈ ആൾക്കാർ, അതായത് പീപ്പിൾ എന്ന് പറയുന്ന ആൾക്കാര്, അവര് ഒരു സെപ്പറേറ്റ് വേറെ വേറെ ലൈക്ക് അവര് വേറെ ഇവര് വേറെ അങ്ങനെയുള്ള രീതിയിലല്ല കണ്ടുകൊണ്ടിരുന്നത്. പകരം ഈ എല്ലാ നമ്മുടെ പീപ്പിൾ ആണെന്നുണ്ടെങ്കിലും ഫാമിലീസ് ആണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ തന്നെ സർവീസസും എനർജീസ് ഒക്കെ ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ റെസിപ്രോക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടടിക്കും, തിരിച്ചു. അതുപോലെ തന്നെ ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച് കോ എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് നിന്നാൽ മാത്രമേ ഈ ഇക്കോളജിക്കൽ മോഡൽ ഒരു ബാലൻസ് ആയിട്ട് പോകത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ മോഡലിന്റെ ഒരു എക്സ്പ്ലനേഷൻ. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഇക്കോളജിക്കൽ മോഡൽ അനുസരിച്ച് ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു എൻവയറമെന്റ് ആയിട്ട് ബെറ്റർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ, അതിനനുസരിച്ചുള്ള സർവീസസ് നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മാത്രമല്ല, മെയിൻ ആയിട്ടും കാണുന്നത് ഒരാളുടെ ആവശ്യങ്ങൾ അയാൾക്ക്, അതായത് ഇപ്പൊ എനിക്കുള്ള ആവശ്യങ്ങളൊന്നും ആരും തന്നെ നിറവേറ്റി തരുന്നില്ല, അല്ലെങ്കിൽ അത് കാരണം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇക്കോളജിക്കൽ മോഡൽ അനുസരിച്ച് സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്നത്, എന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നതിന്റെ അതിന്റെ റിസോഴ്സസ് എനിക്ക് കിട്ടുന്നത് എന്റെ എൻവയറമെന്റിൽ നിന്നാണ്. ഓക്കെ. അപ്പൊ എൻവയറമെന്റിൽ നിന്നുള്ള സർവീസസ് വഴിയായി, അല്ലെങ്കിൽ എൻവയറമെന്റിൽ നിന്നുള്ള റിസോഴ്സസ് മേക്ക് യൂസ് ചെയ്തിട്ടാണ് എന്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഇക്കോളജിക്കൽ മോഡൽ എന്ന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ നമുക്കറിയാം നമ്മുടെ കുഞ്ഞു കുട്ടികൾ, നമ്മുടെ UP LP സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മിഡ് ഡേ മീൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അതായത് അവർക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, അതുവഴി നല്ലൊരു ജനതയെ, നല്ലൊരു ഫ്യൂച്ചർ ആയിട്ടുള്ള നല്ലൊരു ഭാവി ജനതയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള രീതിയിൽ അവർക്ക് അങ്ങനെ ഒരു നല്ലൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മീല് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ നമുക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. അതിനനുസരിച്ച് അവർക്ക് നല്ല രീതിയിൽ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും തുടങ്ങിയുള്ള കാര്യം. ഇതാണ് ഇക്കോളജിക്കൽ മോഡലിലെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ജനറലിസ്റ്റ് മോഡലാണ്. ജനറലിസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഇത് നമ്മുടെ ഇക്കോളജിക്കൽ മോഡലായിട്ട് ചെറുതായിട്ട് നമുക്ക് സാമ്യമുണ്ട് എന്ന് നമുക്ക് തോന്നും. അതായത് മെയിൻ ആയിട്ടും നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന്റെ നീഡ്സ് മീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു റിസോഴ്സസ് വഴി, അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന സർവീസസ് വഴിയാണ് എന്നാണ് ഇത് മെയിൻ ആയിട്ടും നമ്മുടെ ഒരു ജനറലിസ്റ്റ് മോഡലിൽ മെയിൻ ആയിട്ടും കാണിക്കുന്നത്. ഓക്കെ. നമ്മുടെ ഈ ഒരു ജനറലിസ്റ്റ് മോഡലിൽ മെയിൻ ആയിട്ടും നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സോഷ്യൽ വർക്കർ ഉണ്ടല്ലോ, സോഷ്യൽ വർക്കർ എൻഷുർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ അങ്ങോട്ടേക്ക് മാത്രമല്ല കൊടുക്കുന്നത്, പകരം നമ്മുടെ എൻവയറമെന്റ് തിരിച്ച് ഇങ്ങോട്ടേക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ നീഡ്സുകളൊക്കെ അനുസരിച്ച് നമ്മുടെ എൻവയറമെന്റ് തിരിച്ചിങ്ങോട്ടേക്കും റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നതാണ് നമ്മുടെ ഈ ജനറലിസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ വർക്കർ മെയിൻ ആയിട്ടും ഇപ്പൊ നമ്മുടെ ഫാമിലീസ്
ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരുടെ ഇടയിലാണെങ്കിലും ഗ്രൂപ്പിന്റെ ഇടയിലാണെങ്കിലും ഒക്കെ ആ ഒരു ഇന്ററാക്ഷനിൽ അവരുടെ ആ ഒരു എൻവയറമെന്റും ഒക്കെ ആയിട്ട് ഡീൽ ചെയ്ത് എന്തെങ്കിലും മാൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് അത് സെറ്റ് ആക്കാനായിട്ട് അത് നല്ല അടിപൊളിയാക്കി ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള പാറ്റേൺ ആക്കാനായിട്ട് നമ്മുടെ സോഷ്യൽ വർക്കേഴ്സും ശ്രമിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ജേർണലിസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ജേർണലിസ്റ്റ് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ മെയിൻ ആയിട്ട് 3 ലെവൽസിലാണ് നമ്മുടെ ജേർണലിസ്റ്റ് മോഡൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽ ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എൻവയൺമെന്റ് ആൻഡ് ദ interaction or relationship between two environment and the interaction or relationship between two environment അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസും തമ്മിലുള്ള രീതിയിലും അതുപോലെ ഇൻഡിവിജ്വൽസും ഗ്രൂപ്പും തമ്മിലുള്ള രീതിയിലും ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ എൻവയൺമെന്റ് എന്നുള്ള ഈ 3 രീതിയിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ജേർണലിസ്റ്റ് മോഡൽ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു അടുത്ത ടോപ്പിക്, സെൻട്രൽ തീംസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം. സോഷ്യൽ വർക്ക് പ്രാക്ടിക്കത്തിൽ തന്നെ നമ്മുടെ സെൻട്രൽ ആയിട്ടുള്ള കുറച്ച് തീംസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സോഷ്യൽ പ്രാക്ടിക്കം നമുക്കറിയാം, നമ്മുടെ ഒരു സോഷ്യൽ വർക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മന്ത് അല്ലെങ്കിൽ 1.5 മന്ത് നമ്മുടെ ആ സോഷ്യൽ വർക്കിന്റെ ആ ഒരു മെയിൻ ഏരിയയിലോട്ട് കയറി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സോഷ്യൽ ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ പ്രാക്ടിക്കത്തിനൊക്കെ നമ്മൾ മെയിൻ ആയിട്ടും പോവാറുള്ളത് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് അസൈൻ ചെയ്ത് കിട്ടാറുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ സോഷ്യൽ പ്രാക്ടിക്കത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതായത് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള തന്നെ പേഴ്സണൽ സ്ട്രെങ്ത് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കണം. അതായത് എനിക്ക് എന്തൊക്കെയാണ് സ്ട്രെങ്ത് ഉള്ളത്, നമ്മൾ സ്വോട്ട് അനാലിസിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, എന്റെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്ന് എനിക്ക് തന്നെ നല്ല രീതിയിൽ ബോധ്യം ഉണ്ടാക്കണം. ഓക്കെ, അല്ലാതെ എനിക്കിപ്പോ അത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ ചിലപ്പോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ അത് കയറി ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എന്റെ ഒരു അശ്രദ്ധ കാരണം അല്ലെങ്കിൽ എന്റെ ആ ഒരു കഴിവില്ലായ്മ കാരണം ചിലപ്പോൾ ഒരുപാട് പേര് അത് കാരണം ഡിഫിക്കൽട്ടി അനുഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പൊ ഞാൻ ആസ് എ സോഷ്യൽ വർക്ക് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് എന്റെ തന്നെ സ്ട്രെങ്തും വീക്ക്നെസ്സും നല്ല രീതിയിൽ മനസ്സിലാക്കണം. അതായത് ചുരുക്കി പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നല്ല രീതിയിലുള്ള സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ തന്നെയുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതുപോലെ തന്നെ എന്നെ ഫീൽഡ് വർക്കിൽ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ഫീൽഡ് വർക്കിൽ തടഞ്ഞു നിർത്താൻ ഒരു തടസ്സമായി നിൽക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എന്റെ സ്ട്രെങ്ത് വീക്ക്നെസ് ഇമോഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് എനിക്ക് അതിനനുസരിച്ചുള്ള റിലേഷൻഷിപ്സ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ ആസ് എ സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും നമുക്ക് അങ്ങനെ മാറി നിൽക്കാനോ അല്ലെങ്കിൽ നാണം കുടുങ്ങി നിൽക്കാനോ ഒന്നും പറ്റത്തില്ല. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് അങ്ങോട്ട് ചെന്ന് നമ്മൾ മിങ്കിൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒരുപാട് വരും. ഓക്കെ, അതിപ്പോ ചിലപ്പോ ഫീൽഡ് വർക്ക് ഇൻസ്ട്രക്ടർ ആകാം, അല്ലെങ്കിൽ സ്റ്റാഫ് ആകാം, ക്ലയൻസ് ആകാം, അങ്ങനെ പലതും ആകാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ മാറി നിൽക്കാതെ നമ്മുടെ ഓൺ കോൺഫിഡൻസോട് കൂടി നമ്മൾ അങ്ങോട്ട് പോയി ഡയറക്റ്റ്ലി നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനനുസരിച്ചുള്ള ബെറ്റർ റോൾസ്, നല്ല റിലേഷൻഷിപ്സ്, നല്ല പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഏജൻസിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നെറ്റ്വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഏജൻസിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയാണ്, എങ്ങനത്തെ തരത്തിലുള്ള ക്ലയൻസ് ഒക്കെയാണ്, പിന്നെ എങ്ങനെ ഒരു പ്രശ്നത്തിനെ ഡീൽ ചെയ്യാൻ പറ്റും, ഒരു ക്രൈസിസ് സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ ഒരു സ്ട്രെസ്, ഒരു ഓവർലോഡ് എങ്ങനെ മാനേജ് ചെയ്യാം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ആരാ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്? നമ്മൾ തന്നെയാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മുടെ ഈ സെൻട്രൽ തീം ഓഫ് സോഷ്യൽ വർക്കിൽ തന്നെ നമ്മൾ നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ആദ്യമേ തന്നെ സേഫ്റ്റി ഇഷ്യൂസ് ഇൻ ഫീൽഡ്. സേഫ്റ്റി ഇഷ്യൂസ് ഇൻ ഫീൽഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ജസ്റ്റ് ഗേൾസ് അല്ലെങ്കിൽ ജസ്റ്റ് ഫീമെയിൽസിന് മാത്രമല്ല, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽസ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തന്നെ നല്ല രീതിയിൽ അവർ ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിരിക്കാം സേഫ്റ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത്. അതായത് ചില സിറ്റുവേഷൻസിൽ, വളരെ ചുരുക്കം സിറ്റുവേഷൻസിൽ ഉണ്ടാവാറുള്ളൂ, സിറ്റുവേഷൻസിൽ നമ്മുടെ
ഫീൽഡ് വർക്കിന് പോകുന്ന നമ്മുടെ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് അവരെ ചിലപ്പോ ക്ലയൻസ്, സ്റ്റാഫ് അല്ലെങ്കിൽ അല്ലാതെയുള്ള പ്രൊഫഷണൽസ് ഒക്കെ ചിലപ്പോൾ അവര് ഭീഷണിപ്പെടുത്താറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ തന്നെ ഒരു ഫിസിക്കൽ, ഇമോഷണൽ അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള ഒരു സേഫ്റ്റീനെ അവർ ത്രെട്ടൺ ചെയ്യണ, അതായത് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അവിടെ പതറിയൊന്നും പോവാതെ, അവരെ പേടിച്ച് നിൽക്കാതെ, നമ്മൾ അതിന് പ്രിക്കോഷൻ ആയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ച് അതിനുള്ള മെഷർ അപ്പോ തന്നെ നമ്മൾ എടുക്കുക. പിന്നത്തേക്ക് ഒരിക്കലും മാറ്റി വെക്കരുത്. ഓക്കെ. അതിപ്പോ ഏത് രീതിയിലാകാം. ആസ് എ സോഷ്യൽ വർക്ക് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിറ്റീസ് ആയിട്ട് പല പല ആൾക്കാരായിട്ടായിരിക്കും നമ്മൾ മിങ്കിൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സംസാരിച്ച് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ എടുക്കാനായിട്ട് പോകുന്നത്, നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ആൾക്കാർ മാത്രമല്ല, പല പല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകാം, പല പല കമ്മ്യൂണിറ്റീസ്, ഗ്രൂപ്പ്സ്, അങ്ങനെ പല രീതിയിലുള്ള ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു സമൂഹത്തിനോടാണ് നമ്മൾ മിണ്ടാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള സെക്ഷൽ ഹറാസ്മെന്റ്സ് നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. ആണുങ്ങള്, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോ നല്ല രീതിയിലുള്ള സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ വെർബൽ രീതിയിലാകാം, നോൺ വെർബൽ രീതിയിലാകാം, സെക്ഷൽ ജോക്സിന്റെ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിനുള്ള ഒരു അങ്ങനെയുള്ള ഒരു അപ്രോച്ച് എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡേറ്റിന് വിളിക്കുന്ന രീതിയിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡീനെ പറ്റിയിട്ട് തന്നെ കമന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോമോഫോബിക് ആയ അല്ലെങ്കിൽ സെക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു കമന്റിന് അങ്ങനത്തെ രീതിയിലാകാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമ്മളെ സെക്ഷലി ആൾക്കാർ ഹറാസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് നമ്മുടെ ഈ ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ ആക്ച്വലി ഹയർ ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് കാരണം ഇതുപോലെ സിറ്റുവേഷൻസ് അനുഭവിക്കേണ്ടി വന്ന ബാക്കിയുള്ള വിക്ടിംസ് ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു അപ്രോച്ച്, അതായത് ചിലപ്പോൾ നമ്മുടെ സൂപ്പർവൈസറിനോട് നമ്മൾ ഇൻഫോം ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ടീച്ചേഴ്സിനോട് ഇൻഫോം ചെയ്യേണ്ടതാകാം. ഏത് രീതിയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ സിറ്റുവേഷന് മാച്ച് ആവുന്ന ഏത് രീതിയാണോ അതിനനുസരിച്ചുള്ള ആപ്റ്റ് ആയിട്ടുള്ള മെഷർ എടുത്ത് ആ ഒരു ഹറാസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ഹറാസ്മെന്റിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ. അപ്പോൾ ജസ്റ്റ് അത് സഹിച്ച് അവിടെ തന്നെ നിൽക്കാതെ അതിനനുസരിച്ചുള്ള ആക്റ്റീവ് ആയിട്ട് ലൈക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെഷർ നമ്മൾ എന്താണെങ്കിലും ചൂസ് ചെയ്യണം. കാരണം നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇനി വരുന്ന നമ്മുടെ ജൂനിയേഴ്സ് ആണെങ്കിലും, നമ്മുടെ അടുത്തുള്ള സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഇത് ഇഷ്യൂസ് തന്നെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ വരാതെ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് ആ ഒരു കാര്യം അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ എടുക്കുക. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ഇൻസ്ട്രക്ടർ ഈ വക കാര്യങ്ങൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമ്മളും കൂടെ എൻഷുർ ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇതാണ് സേഫ്റ്റി ഇഷ്യൂസ് ഇൻ ഫീൽഡിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സൂപ്പർവിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് ഒരു സോഷ്യൽ പ്രാക്ടീസിന് പോകുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർവൈസേഴ്സ് പല രീതിയിലായിരിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സോഷ്യൽ പ്രാക്ടിക്കം എന്ന് പറയുമ്പോഴത്തേക്കും സൂപ്പർവൈസർ എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ തന്നെ അവിടുത്തെ തന്നെ ഒരു നമ്മളെക്കാളും കുറച്ചുള്ള ഒരു ലെവലിൽ ഉള്ളൊരു അവിടുത്തെ ഒരു സ്റ്റാഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മെയിൻ സൂപ്പർവൈസർ ആയിരിക്കാം, അവിടെ തന്നെ ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കും, ആര് വേണമെങ്കിലും ആവാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടും സൂപ്പർവൈസർ എന്ന് പറയുന്നത് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ഇമ്പാർട്ട് ചെയ്യുന്ന, അതായത് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു അതോറിറ്റി ഉള്ള ഒരു വ്യക്തിയെയാണ് മെയിൻ ആയിട്ട് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഹു ഈസ് ഓൾസോ എ സോഷ്യൽ വർക്ക് പ്രാക്ടീഷണറും കൂടെ ആയിരിക്കണം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മെന്ററിംഗ് റിലേഷൻഷിപ്പ്, ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ഒരു മെന്ററിംഗ് റിലേഷൻഷിപ്പിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് അഡ്വൈസസ് ലഭിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ നമുക്ക് കൺസൾട്ടിങ് അങ്ങനെ കിട്ടുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാക്കി എടുക്കാനായിട്ട് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നതായിരിക്കാം, നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ പല പല കാര്യങ്ങൾ ഈ ഒരു സൂപ്പർവൈസർ ട്രെയിനി റിലേഷൻഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
അപ്പോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റുഡൻസും സൂപ്പർവൈസേഴ്സും തമ്മിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. നമ്മൾ ഒരു സോഷ്യൽ വർക്ക് പ്രാക്ടിക് ഒരു ഫീൽഡ് വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് ഹയർ ആണ്. കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ പോകുന്നത്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ മിസ്റ്റേക്ക് എന്തെങ്കിലും തെറ്റൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഹയർ ആണ്. അത് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർവൈസറിനോട് ചെന്നിട്ട് ഓപ്പൺ ആയിട്ട് പറയാ, ഈ മാം ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അവര് തന്നെ ആ ഒരു തെറ്റ് റിസോൾവ് ചെയ്യാനായിട്ട്, ആ ഒരു തെറ്റ് നമുക്ക് എങ്ങനെ ശരിയാക്കാനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ അവര് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അഡ്വൈസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ ഒരു മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പോകുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏജൻസി കൊടുക്കുന്ന സർവീസസ് എന്തൊക്കെയാണ്, അവിടുത്തെ ആ ഒരു ഏജൻസിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ നോക്കിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാനായിട്ട്. ഓക്കെ. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അത് ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം കുറച്ചും കൂടി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർവൈസേഴ്സിനോട് തന്നെ ചോദിച്ചാലും മതി. ഓക്കെ. പിന്നെ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ട്രൂത്ത്ഫുൾ ആയിരിക്കണം. നമ്മുടെ ആക്ഷൻസിനെ പറ്റിയിട്ടാണെങ്കിലും ഫീലിംഗ്സിനെ പറ്റിയിട്ടാണെങ്കിലും എപ്പോഴും ട്രൂത്ത്ഫുൾ ആയിട്ട് സത്യസന്ധതയോടെ വേണം നമ്മൾ നിൽക്കാനായിട്ട്. ഓക്കെ. അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കും അല്ലെങ്കിൽ ഒരു ഒരു കൺസൾട്ടേഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു കിട്ടാനായിട്ട് പറ്റും. ഓക്കെ. ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ലൈക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പിന്നീട് ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണ് തെറ്റ് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയാക്കാനായിട്ട് ഈ ഫീഡ്ബാക്ക് വഴി നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ. ഇനി മൂവിങ് ഓൺ ടു അടുത്തത് ഓർഗനൈസേഷൻ ഓഫ് ദ ഏജൻസി. ഓക്കെ. ഓർഗനൈസേഷൻ ഓഫ് ദ ഏജൻസി ഓർഗനൈസേഷൻ ഓഫ് ദ ഏജൻസി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ഏജൻസീസ്, സോഷ്യൽ വർക്ക് ഏജൻസീസ് ആൻഡ് ഓർഗനൈസേഷൻസ് എന്നൊക്കെ പറയുന്നത് എല്ലാം പല രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു 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 ലൈക് വർക്കിംഗ് പാറ്റേൺ ഒക്കെ ഉണ്ടാകാം. അവരുടേതായിട്ടുള്ള സെറ്റ് ഓഫ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകാം. മിഷനും വിഷനും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എല്ലാം ഡിഫറെന്റ് ആണ്. അത് എപ്പോഴും മൈൻഡിൽ എപ്പോഴും മൈൻഡിൽ സെറ്റ് ആക്കി വെക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഓർഗനൈസേഷനിലോട്ട് നമ്മളൊരു ഫീൽഡ് ഓഫ് പ്രാക്ടിക്കും അല്ലെങ്കിൽ ഒരു ഫീൽഡ് വർക്കിന് വേണ്ടി പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടാകും അല്ലെ. നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അതിനോട് എക്സ്പോഷർ വേണം, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മൈൻഡിലൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ വെച്ച് അങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻസിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ. മെയിൻ ആയിട്ടും നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഒരു ഓർഗനൈസേഷനിലോട്ട് നമ്മുടെ ഒരു ഫീൽഡ് ഓഫ് പ്രാക്ടിക്കത്തിനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഓർഗനൈസേഷന്റെ അപ്പൊ ആ ഓർഗനൈസേഷനിലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഓർഗനൈസേഷന്റെ വാല്യൂ അനുസരിച്ച് അവരുടെ തന്നെ ഒബ്ജക്റ്റീവ്, അവരുടെ ഫിലോസഫി, അവരുടെ റിസോഴ്സസ് ഒക്കെ മനസ്സിലാക്കി അതിനോട് ചേർന്ന് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. അതൊക്കെ ഫോളോ ചെയ്ത് വേണം നമ്മൾ അവിടെ വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടെ നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോ ഇതെല്ലാം നമ്മൾ ഇതിനനുസരിച്ച് ഇത് ഫോളോ ചെയ്ത് ഇതിനോടൊപ്പമായിട്ട് പാരലലായിട്ട് നമുക്ക് പോണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള നോളേജ്, അതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ആ ഒരു നോളേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കുക. ഓർഗനൈസേഷനെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അതിനനുസരിച്ചുള്ള ആ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണെങ്കിലും ക്ലയൻസ് ആണെങ്കിലും അവിടുത്തെ വർക്ക്, സ്റ്റാഫ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം പോവാനായിട്ട്. സോ നമ്മൾ കാരണം അവിടെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവിടെ ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു പേര് കളഞ്ഞു പോകരുത് എന്നുള്ള കാര്യം നമ്മൾ മൈൻഡിൽ തീരുമാനിച്ച് വെക്കുക. ഓക്കെ. പിന്നെ പ്രാക്ടിക്കം വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്. അതായത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് തിയറീസിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ഈ തിയറീസ് ഒക്കെ അനുസരിച്ചിട്ടൊക്കെയാണ് മെയിൻ ആയിട്ടും തിയറീസും നമുക്ക് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ തിയറീസും അതുപോലെ തന്നെ സ്കിൽസും ടെക്നിക്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ. അപ്പോ ഈ ഒരു ഏരിയയിൽ നമുക്ക് സ്കിൽസ് നല്ല രീതിയിൽ അറിഞ്ഞെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിന് സ്കിൽസും ടെക്നിക്സും തിയറീസ് ഒക്കെ നല്ല രീതിയിൽ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ഉള്ള പ്രോബ്ലംസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, എന്താണ് അവിടുത്തെ പ്രശ്നം എന്താണ്
എന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അവരുടെ ഫീലിങ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ അനുസരിച്ച് അവർക്ക് ആ ഒരു ഗോൾ സെറ്റ് ചെയ്യാനാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് റിസോൾവ് ചെയ്യേണ്ടത്, ഏത് പ്രശ്നത്തിനാണ് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും അത് ഒരു നല്ല രീതിയിൽ പീസ്ഫുൾ ആയിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ ലൈക്ക് ഒരു എൻഡ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവര് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് വെച്ചിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള സാധിക്കത്തുള്ളൂ എന്ന് മെയിൻ ആയിട്ടും ഞാൻ പറയുന്നത്. അതായത് അവരുടെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറീസ്, സ്കിൽസ്, ടെക്നിക്സ് ഒക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ഇന്റർപേഴ്സണൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽസ് ഒക്കെ മെയിൻ ആയിട്ടും ഈ ഒരു പ്രാക്ടിക്കത്തിന്റെ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രൊഫഷണൽ സ്കിൽസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു നല്ല രീതിയിലുള്ള ഒരു ക്ലയന്റ് ഒരു ട്രെയിനി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് നോളജ് ഇല്ലാതെ നമ്മൾ ഒന്നും ചാടിക്കേറി പറയരുത്. ഓക്കെ, അപ്പൊ എന്തിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ അറിഞ്ഞ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാന്നാണെങ്കിൽ മെയിൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സൂപ്പർവൈസറിനോട് നമുക്ക് ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനോടോ നമ്മുടെ ഗൂഗിൾ നമ്മുടെ റെഫറൻസസ് ആയിട്ട് ബുക്കുകൾ, റിസർച്ച് പേപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിനെപ്പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ അതിനെ പറ്റിയിട്ട് മെയിൻ ആയിട്ടും സംസാരിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതാണ് ലൈക്ക് നമ്മുടെ സോഷ്യൽ വർക്കിന്റെ സെൻട്രൽ തീംസിൽ മെയിൻ ആയിട്ടും വരുന്ന കുറച്ച് കാര്യങ്ങൾ.